ഹലോ ഗുഡ് ഈവനിങ് ഓഡിബിൾ അല്ലേ? ഹലോ. അതെ മാം. സോ നമ്മൾ ലാസ്റ്റ് ഏതായിരുന്നു ചെയ്തോണ്ടിരുന്നത്? കേനൻ ആണോ? ലാസ്റ്റ് ഏത് ടോപ്പിക്കാണ് ഹാൻഡിൽ ചെയ്തത്? പാർക്കിൻസന്റെ ടെസ്റ്റ്. പാർക്കിൻസന്റെ റിഗ്രഷൻ ആയിരുന്നു. സോ നമ്മൾ മെഷീൻ ലേണിംഗിൽ കേനൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? കെ നിയറസ്റ്റ് നൈബർ ആണെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആണ്. അതിന്റെ റിഗ്രഷനും ഉണ്ട്, അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷനും ഉണ്ട്. നമ്മൾ റിഗ്രസറും യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ക്ലാസിഫയറും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ റിഗ്രസർ ക്ലാസിഫയർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. സോ റിഗ്രസറിന്റെ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും, ക്ലാസിഫിക്കേഷന്റെ ഇതായിരിക്കും റിഗ്രഷൻ ടാസ്കിന്റെ കണ്ടിന്യൂസ് വാല്യൂസ്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് സെറ്റ് ഓഫ് വാല്യൂസ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റിൽ വരുന്നത്. സോ അത് വെച്ചിട്ടാണ് ഈ ഡാറ്റ സെറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതിന് ഏതൊക്കെ അൽഗോരിതംസ് ആണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു ഫൈനലൈസ് ചെയ്യുന്നത് ആ ഒരു ഡാറ്റ സെറ്റിന്റെ ടാർഗറ്റ് കോളം ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദെൻ നെക്സ്റ്റ് ഇതിലെ കെ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള കെ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആണ്. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതാണ് എൻ നൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻഡില് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എൻ നൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഈ മാപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന്റെ പ്രഡിക്ഷൻ ചെയ്തിട്ടില്ല അല്ലേ, അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ, എന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ, സ്റ്റാൻഡേർഡ് സ്കെയിലാർ വരെയാണ് നമ്മൾ ചെയ്തത്. റണ്ണോളം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അതിന്റെ മോഡലും കൂടി പ്രെഡിക്റ്റ് ചെയ്തതിന് ശേഷം കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി പറയാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. സ്കെയിലാർ, സ്റ്റാൻഡേർഡ് സ്കെയിലാർ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മോഡൽ ഈക്വൽ ടു എന്ത് കൊടുക്കുന്നുണ്ട്, കെ നൈബേഴ്സ് റിഗ്രസർ കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ബ്രാക്കറ്റിൽ നമ്മൾ എക്സ് ട്രെയിനും അതേപോലെ തന്നെ വൈ ട്രെയിനും പാസ് ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിനും കൂടി പാസ് ചെയ്യുക. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ടെസ്റ്റ് സ്കോറും ട്രെയിൻ സ്കോറും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ട്രെയിൻ സ്കോർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കോമ എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് സ്കോർ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. സോ ട്രെയിനിങ് സ്കോർ ഇട്ടിട്ടുണ്ട്. സെയിം വേ എന്ത് കൊടുക്കുക, ടെസ്റ്റ് സ്കോറും കൂടി കൊടുക്കുക. ടെസ്റ്റ് കൊടുക്കുക, ട്രെയിൻ മാറ്റിയിട്ട് ടെസ്റ്റ് ആക്കാം. എക്സ് ടെസ്റ്റിനെയും വൈ ടെസ്റ്റിനെയും കൊടുക്കാം. ഓക്കെ, തന്നെ ഒന്ന് റൺ ചെയ്ത് നോക്കുക എത്രയാണ് വരുന്നത്. 0.8 ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽ വരുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എന്താണ്, മോഡലിന്റെ ബ്രാക്കറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. സോ റിഗ്രസറിൽ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുവാണ്, മോഡലിൽ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുക. നോർമലി ഒരു മോഡൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിഗ്രസറിന്റെ ബ്രാക്കറ്റിൽ എൻ നൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ കെ എന്ന് പറയുന്ന പോയിന്റിന്റെ നൈബേഴ്സ് നമ്മൾ ക്ലസ്റ്ററിങ് ആണെന്ന് പറഞ്ഞായിരുന്നു. സോ ഇതിൽ ഗ്രൂപ്പിംഗ് ആണ് വരുന്നത്. സോ എത്ര എണ്ണം വരുന്നുള്ളത് നമുക്ക് നോക്കാം. സോ എങ്ങനെയാണ് ട്രെയിൻ സ്കോറിലും അല്ല വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മോഡൽ 1 ഈക്വൽ ടു കെ നൈബേഴ്സ് എന്ത് കൊടുക്കുക, റിഗ്രസർ കൊടുക്കുക. ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക,
n neighbors ഈക്വൽസ് ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരു 20 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, മോഡൽ 1 ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ഈ സ്റ്റെപ്പ് തന്നെ, അതായത് എക്സ്ട്രീം കോമ വൈറ്റ് ട്രെയിൻ കൊടുക്കുക. തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രിന്റ്, അതങ്ങനെ തന്നെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുന്നുണ്ട്. തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. ഇവിടെ ട്രെയിൻ സ്കോർ മോഡൽ 1 ഡോട്ട് സ്കോർ കൊടുക്കുക. അതുപോലെ ഇവിടെയും മോഡൽ 1 ആക്കുക. സോ ആ ഒരു ഡിഫറൻസേ ഇവിടെ വരുന്നുള്ളൂ. നമ്മൾ neighbors എത്ര വേണമെങ്കിലും കൊടുക്കട്ടെ. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് 20 കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു 10 കൊടുക്കാം. എത്ര വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ട്രെയിൻ സ്കോറിലും ടെസ്റ്റ് സ്കോറിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 20 ആക്കി കൊടുക്കാം. ഇതിലും വല്ല ചേഞ്ചസ് ഉണ്ടോ. അതേപോലെ നമുക്ക് നൈബേഴ്സ്, അതായത് neighbors എന്ന് പറയും. ആ ഒരു നൈബേഴ്സിന്റെ കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് k എന്ന് പറയുന്നത് കേട്ടോ. ഇത് k നൈബേഴ്സ് അല്ലെങ്കിൽ neighbors എന്ന് നമ്മൾ പറയും. ഇവിടെ കൊടുക്കുമ്പോൾ neighbors എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ആ ഒരു ഡാറ്റ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലസ്റ്ററിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട നമ്പർ കൗണ്ട് ആണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ k എന്ന് പറയുന്നത് ഒരു ക്ലോസസ്റ്റ് അല്ലെങ്കിൽ ഒരു നൈബേഴ്സ് എത്ര എണ്ണം കൺസിഡർ ചെയ്യണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒത്തിരി എന്താ പറയാ, ഒത്തിരി ഡോട്ടഡ് ആയിട്ട് ഇപ്പൊ ഒരു സ്കാറ്റർ പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു പോയിന്റിനെ ഏത് ഗ്രൂപ്പിലേക്ക് കൺസിഡർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ആ ക്ലസ്റ്ററിങ്ങിൽ k ഈക്വൽ ടു 3 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കേനന്റെ പിക്ചർ ഉണ്ടോ നോക്കാം. കണ്ടോ, ഇപ്പൊ ഈ ഒരു പോയിന്റിന്റെ ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതാരും കുഴപ്പമില്ല. സോ ഇവിടെ നമ്മുടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ പോയിന്റ് ഏതിലാണ് വരിക, ഇതിപ്പോ ക്ലാസിഫിക്കേഷന്റെ ആണ്. നമ്മുടെ neighbors വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ക്ലസ്റ്ററിങ്ങിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫൈനലൈസ് ചെയ്യുന്നത്. സോ neighbors വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്താണ് ഇതിന്റെ neighbors, ഇപ്പൊ k ഈക്വൽ ടു 3 ആണെങ്കിൽ ഈ ഒരു രീതിക്ക് ഈ neighbors എന്തിലാണോ പെടുന്നത്, നിയർ ബൈ ഉള്ള ഡാറ്റ പോയിന്റ്സ് ഏതിലാണോ പെടുന്നത്, അതിലേക്ക് തന്നെ ആയിരിക്കും ഈ പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നത്. കണ്ടോ, k ഈക്വൽ ടു 3 ആണെങ്കിൽ ഇതാണ് ഈ ഒരു ഡാറ്റ പോയിന്റിന്റെ നിയർ ബൈ 3 ഡാറ്റ പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. 6 ആണെങ്കിലോ നിയർ ബൈ 6, ഈ ഒരു ഡാറ്റ പോയിന്റ് നിയർ ബൈ 6 എടുത്തിട്ട് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ എന്താണ് മോസ്റ്റ് റിപ്പീറ്റഡ് ഏതാന്ന് നോക്കിയിട്ട് ആ ഒരു ക്ലാസ്സിക്ക് ആഡ് ചെയ്യും. റിഗ്രഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ആവറേജ് നോക്കി എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഫോർമാറ്റിലാണ് എന്ത് വർക്ക് ചെയ്യുക, ഈ ഒരു KNN വർക്ക് ചെയ്യുന്നത്. നിയർ ബൈ പോയിന്റ്സ് ഇപ്പൊ ഇതാണെങ്കിലും ഏത് ക്ലാസ്സിൽ പെടുന്നുള്ളതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതൊക്കെ ആ ഡാറ്റ പോയിന്റിന് നമ്മൾ neighbors കൊടുക്കുന്നതിനനുസരിച്ചാണ് ഏതിക്ക് നമുക്ക് കൊടുക്കണം എന്നുള്ളൊരു ഫൈനലൈസിങ് വരുന്നത്. റിഗ്രഷൻ ആണെങ്കിൽ ആവറേജ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്, അതായത് കിട്ടുന്ന ഡാറ്റ പോയിന്റിന്റെ നമുക്കിപ്പോൾ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ടല്ലോ, ആ പോയിന്റ്സിന്റെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ബൈ അതിന്റെ നമ്പർ. സോ നമുക്കൊരു ആവറേജ് വാല്യൂ കിട്ടും. അല്ല ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്ലാസ് അല്ലെങ്കിൽ മെജോറിറ്റി ക്ലാസ് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, അതിലേക്കായിരിക്കും ആ പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നത്. അതായത് KNN എന്ന് പറയുന്നത് അസംഷൻ അല്ല അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഡാറ്റേന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ആ ഒരു പോയിന്റിനെ ഇതിക്ക് കൺസിഡർ ചെയ്യുന്നുള്ള ഫൈനലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് പ്രിഡിക്ഷൻ അല്ല, നമ്മുടെ ആ ഒരു neighbors ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളവിടെ കംപ്ലീറ്റ് ഇത് നടക്കുന്നത്. ലേസി ലേണർ അൽഗോരിതം എന്ന് KNN പറയൂ കേട്ടോ. അതായത് ട്രെയിനിങ് സെറ്റിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി ലേൺ ചെയ്യില്ല, അതിന് പകരം എന്താണ് ഡാറ്റ സെറ്റിൽ നിന്ന് അതിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് അതിന്റെ ആക്ഷൻ, ഡാറ്റ സെറ്റിലെ ആക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു ഡാറ്റ സെറ്റ് ഇപ്പൊ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഒരു കാറ്റഗറി 2 ബേസ്ഡ് എന്നൊക്കെ പറയില്ലേ, ഏതെങ്കിലും ഒരു കാറ്റഗറി ബേസ്ഡ് ആണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ 3 ക്ലാസ്സസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ആ കാറ്റഗറീന് മെജോറിറ്റി നിയർ ബൈ പോയിന്റ്സ് ഏതാന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, KNN പ്രിഡിക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലായിരിക്കും ആ പുതിയൊരു ഡാറ്റ പോയിന്റ് ബിലോങ് ചെയ്യാന്നുള്ളത്. പ്രിഡിക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ റെഡ് ഡയമണ്ട് ഉണ്ട്, ഇതേപോലെ എന്താണ് ബ്ലൂ സർക്കിൾസ് ഉണ്ട്, സ്ക്വയർ പോയിന്റ്സ് ഉണ്ട്. സോ neighbors അനുസരിച്ചിട്ട്
അതിന് ചേഞ്ചസ് വരാം. ഓക്കെ, സോ ഏത് ക്ലാസ്സിലാണ് വരുന്നത്, ഏത് കാറ്റഗറിയിലാണ് പ്രിഡിക്റ്റ് ചെയ്തെന്നുള്ളതൊക്കെ ഇതിനനുസരിച്ചിട്ടാണ് വരുന്നത്. സോ കെ നിയറസ്റ്റില് കെ എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്പറാണ്. നമ്മൾ അൽഗോരിതത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു നമ്പറാണ് എത്ര നിയർ ബൈ പോയിന്റ്സിനെ, നൈബേഴ്സിനെ കൺസിഡർ ചെയ്യണം. ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര നിയർ ബൈ പോയിന്റ്സിനെ കൺസിഡർ ചെയ്യണം എന്ന് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് കെ, അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എത്ര അൽഗോരിതത്തിൽ എത്ര നിയർ ബൈ പോയിന്റ്സ് വെച്ചിട്ട് വേണം ആ ഒരു പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ ചൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് കൊടുക്കണം. ദെൻ കറക്റ്റ് ആയിട്ടുള്ള കെ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഒത്തിരി നോയ്സോ ഔട്ട്ലയേഴ്സ് ഒക്കെ നമ്മുടെ ഡാറ്റയ്ക്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഒത്തിരി നോയ്സും ഔട്ട്ലയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കെ വലിയ വാല്യൂ ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രിഡിക്ഷൻ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ കെ ഒത്തിരി വലുതാണെങ്കിൽ എന്താണ്, സിമ്പിൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺസ് അവിടെ എന്തായിരിക്കും, മിസ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ഇഷ്യൂ വരും. ഒപ്പോൾ ഒത്തിരി വലിയ വാല്യൂ കേക്ക് കൊടുക്കരുത്. സോ അങ്ങനെ പാറ്റേൺ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് മിസ് ആവുകയാണെങ്കിൽ അണ്ടർ ഫിറ്റിങ്ങിനുള്ള ചാൻസ് അവിടെ വരാം. സോ ആ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് കെയർഫുൾ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, കെന്റെ വാല്യൂ ചൂസ് ചെയ്യാൻ. കെ ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ക്രോസ് വാലിഡേഷൻ മെത്തേഡ് ഉണ്ട്. അതായത് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്നൊക്കെ പറയും. അതായത് മീൻസ് ആ ഡാറ്റ സെറ്റിന് എന്ത് ചെയ്യും, ഒരു എൻ പാർട്സിക്ക് അല്ലെങ്കിൽ ഒരു കെ പാർട്സിക്ക് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോഡൽ ട്രെയിൻ ചെയ്യും, പിന്നെ കുറച്ച് പാർട്സ് ടെസ്റ്റ് ചെയ്യാൻ, റിമൈനിങ് കുറച്ചുള്ളത് എന്ത് കൊടുക്കും, ടെസ്റ്റിങ്ങിനും കൊടുക്കും. ദെൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പാർട്ടിനും ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് കെന്റെ വാല്യൂ എന്താണ്, ഹയസ്റ്റ് ആവറേജ് ആക്യുറസി ഇതിനാണോ വരുന്നത്, ആ ഒരു ടെസ്റ്റിങ്ങിന്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ ആക്യുറസി ഇതിനാണോ വരുന്നത് അതിലെടുക്കും. ആ ഒരു മെത്തേഡാണ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൽബോ മെത്തേഡ് ഉണ്ട്. എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുവാന്ന് വിചാരിച്ചോ, എറർ റേഷ്യോയും ആക്യുറസിയും തമ്മിൽ ഡിഫറൻസ്, അതായത് ഡിഫറെന്റ് കെ വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എറർ റേറ്റും ആക്യുറസിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ കെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എറർ എന്ത് ചെയ്യണം, യൂഷ്വലി ഡ്രോപ്പ് ചെയ്യുവാണ് വേണ്ടത് ഫസ്റ്റ്. ദെൻ ഒരു സർട്ടൈൻ പോയിന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, എറർ കുറയുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ദെൻ ആ ഒരു കർവ് എന്തായിരിക്കണം, ചേഞ്ച് ചെയ്ത് ഡയറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഒരു എൽബോന്റെ ഷേപ്പിൽ വരണം. നമ്മുടെ ലെഫ്റ്റ് എൽബോ എന്നൊക്കെ പറയുന്നത് ആ ഒരു ഷേപ്പിൽ വരണം. ആ ഒരു എന്താ പറയുക, ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്, എൽബോ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കെക്ക് ഓഡ് വാല്യൂസ് കൊടുക്കാം. ഈ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് കെന്റെ വാല്യൂ കൊടുക്കുമ്പോഴുള്ളത്. ഓഡ് നമ്പേഴ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന്റെ ഒക്കെ കേസിൽ, എസ്പെഷ്യലി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന്റെ കേസിൽ കെന്റെ വാല്യൂ എന്ത് കൊടുത്തു നോക്കുക, ഓഡ് നമ്പേഴ്സ് കൊടുത്തു നോക്കുക. അതായത് ടൈസ് അവോയ്ഡ് ചെയ്യും. അതായത് ടൈ ആവുന്ന കേസസ് ഒക്കെ ഉണ്ടല്ലോ, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ടൈ ആവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് ക്ലാസ്സിക്കാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഏത് നൈബേഴ്സിക്കാണ് വരുന്നതെന്നുള്ള ആ ഒരു എന്താ പറയുക, ടൈ അവോയ്ഡ് ചെയ്ത് ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ ഡയറക്ട്ലി ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവും വരാമല്ലോ, ഈക്വൽ ആവില്ലല്ലോ. സോ അങ്ങനത്തെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ കെന്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് കെന്റെ വാല്യൂ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഈ ക്രോസ് വാലിഡേഷൻ, അതേപോലെ തന്നെ എൽബോ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക, ആക്യുറസിയും അതേപോലെ തന്നെ എന്താണ് എറർ റേറ്റും തമ്മിലുള്ള ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ലൈൻ ചാർട്ട് വരയ്ക്കുക. സോ എൽബോ ഷേപ്പിലാണ് ആ ഗ്രാഫ് എന്നുള്ളത്, സ്പെസിഫിക് പോയിന്റിന്റെ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഗ്രാഫ് സ്ട്രെയിറ്റ് ആവുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു എറർ റേറ്റ് എന്താണ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് കറക്റ്റ് എൽബോന്റെ ഷേപ്പിൽ ഇങ്ങനെ ഗ്രാഫ് വരും. സോ ഏത് പോയിന്റിലാണോ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് അതായിരിക്കും നമ്മുടെ കെ വാല്യൂ എന്ന് പറയുന്നത്. സോ എൽബോ മെത്തേഡ് വേണമെങ്കിൽ ഗ്രാഫ് വരച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ക്രോസ് വാലിഡേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അത് റിപ്പീറ്റഡ് പ്രോസസ് ആണ്. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്ത കെന്റെ വാല്യൂ എന്ന് പറയുന്നത് റിഗ്രഷൻ ആണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന എൻ നൈബേഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. 20 മാറ്റിയിട്ട് എന്ത് കൊടുത്ത് നോക്കുക, 21 ആക്കി നോക്കുക.
ദെൻ അതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിൽ വല്ല ചേഞ്ചസ് വരുന്നുണ്ടോ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഇനി വിഷ്വലൈസേഷൻ ആയിട്ട് കോറിലേഷൻ മാത്രമാണല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബോക്സ് പ്ലോട്ടുമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കെ നിയറസ്റ്റിൽ റിഗ്രസറും ക്ലാസിഫയറും വരാം. സോ അതിൽ വാല്യൂസ് നിയറസ്റ്റ് വാല്യൂസ് അല്ലെങ്കിൽ നൈബേഴ്സ് കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കിതിൽ കുറച്ച് വിഷ്വലൈസേഷൻസ് കൂടി ആഡ് ചെയ്യാം. കോറിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കോളം നെയിംസ് വരാം. ഓക്കെ, ഓക്കെ. കോറിലേഷന് മുമ്പായിട്ട് തന്നെ ചെയ്യാം അല്ലേ? നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ന്യൂമറിക്കൽ തന്നെയല്ല. വാല്യൂസ് ഇല്ല കാരണം കംപ്ലീറ്റ് ഫ്ലോട്ട് ആയിട്ട് തന്നെയാണല്ലോ അല്ലേ? കംപ്ലീറ്റ് ന്യൂമറിക്കൽ കോളംസ് ആണ്. ഇതിന് മുമ്പായിട്ട് ചെയ്യാം. നമ്മൾ ആക്ച്വൽ വേഴ്സസ് പ്രെഡിക്റ്റഡ് ചെയ്തിരുന്നു വിഷ്വലൈസേഷൻ. ഇതാണ് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇത് കൊടുക്കുക, PLT ഡോട്ട് ഫിഗർ കൊടുക്കുക, ബ്രാക്കറ്റിൽ ഫിക്സ് സൈസ് കൊടുക്കുക, ഫിക്സ് സൈസ് ഈക്വൽസ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, റേഷ്യോ ഇത് റേഷ്യോ ആണ് വേണ്ടതെന്നുള്ള കൊടുക്കുക. ഞാൻ 8/6 ആണ് കൊടുക്കുന്നത്. ദെൻ SNS ഡോട്ട് സ്കാറ്റർ പ്ലോട്ട് കൊടുക്കാം, ബ്രാക്കറ്റിൽ ഇത് കൊടുക്കുക, എക്സ് ഈക്വൽ ടു വൈ ടെസ്റ്റിലെ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. വൈ ഈക്വൽ ടു വൈ പ്രെഡ് കൊടുക്കുന്നുണ്ട്. സോ ആക്ച്വൽ വേഴ്സസ് പ്രിഡിക്റ്റഡ് അല്ലേ കൊടുക്കുന്നത്. സോ എക്സ് ടെസ്റ്റും വൈ പ്രെഡും ആണ് കൊടുക്കുന്നത്. കളർ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കളർ ബിക്കോസ് ഞാൻ പർപ്പിൾ കൊടുക്കുന്നുണ്ട്, പർപ്പിൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക, എക്സ് ലേബിളും വൈ ലേബിളും കൊടുക്കണം അല്ലേ? സോ PLT ഡോട്ട് ഇത് കൊടുക്കുക, എക്സ് ലേബിൾ ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്ട്സിൽ ഉള്ളിൽ ഇത് കൊടുക്കുക, ആക്ച്വൽ PP കൊടുക്കുക. അതേപോലെ തന്നെ PLT ഡോട്ട് വൈ ലേബിൾ ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, പ്രിഡിക്റ്റഡ് PP കൊടുക്കുക. സോ ആക്ച്വലും പ്രിഡിക്റ്റഡും കഴിഞ്ഞിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുക്കുക, ടൈറ്റിലും കൂടി ആഡ് ചെയ്യുക. PLT ഡോട്ട് ടൈറ്റിൽ ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ആക്ച്വൽ വേഴ്സസ് പ്രിഡിക്റ്റഡ് PPE യൂസിങ് KNN റിഗ്രസർ കൊടുക്കുക. ദെൻ ടൈറ്റിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാം, ഫ്ലോട്ട് കൊടുക്കണം അല്ലേ? PLT ഡോട്ട് ഫ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ
വൈ ഡോട്ട് വൈൻ്റെ ഏറ്റവും മിനിമം വാല്യൂ വേണം, കോമ വൈൻ്റെ മാക്സിമം വാല്യൂ വൈ ഡോട്ട് മാക്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ ആ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം കോമ വൈൻ്റെ കൊടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, വൈ ഡോട്ട് മിനും വൈ ഡോട്ട് മാക്സും. വൈ ഡോട്ട് മിൻ ഫംഗ്ഷൻ കൊടുക്കുക, കോമ വൈ ഡോട്ട് മാക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നുണ്ട് ആർ മൈനസ് മൈനസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഡയഗ്രാം ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് ആർ മൈനസ് മൈനസ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, പി എൽ ടി ഡോട്ട് ഷോ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, റൺ ചെയ്ത് കൊടുക്കുക. വൈപ്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ നമ്മൾ? ഓക്കെ, വൈപ്രെഡ് ക്രിയേറ്റ് ചെയ്യാം. വൈപ്രെഡ് ഈക്വൽസ് ഇത് കൊടുക്കുക. ഇപ്പോൾ KNN ആയതുകൊണ്ട് KNN ഡോട്ട് പ്രിഡിക്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കെയിൽ ചെയ്തിട്ടുള്ളത് എക്സ് ട്രെയിനും വൈ ട്രെയിനും തന്നെയാണല്ലോ, സോ ഡയറക്റ്റ് എക്സ് ടെസ്റ്റ് തന്നെ കൊടുക്കാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് അണ്ടർസ്കോർ ടെസ്റ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ ആ ഒരു ലൈൻ റൺ KNN അല്ല, മോഡലിൻ്റെ നെയിം കൊടുക്കാം. ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം ഡാറ്റയല്ലേ, സോറി, മോഡലിൻ്റെ നെയിം മോഡൽ 1 2 ഏത് വേണേലും കൊടുക്കാം കേട്ടോ. മോഡൽ ഓക്കെ, മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഡോട്ടഡ് ലൈനും വരും. ഇവിടെ ഒത്തിരി ഡോട്ട്സ് ഇവിടെയാണ് വരുന്നത്, ഈ ഒരു ഡാറ്റ പോയിന്റ് ഒത്തിരി കട്ട കുത്തി വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ആക്ച്വലും പ്രിഡിക്റ്റഡും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ആർട്ട് സ്കോർ കണ്ടുപിടിക്കാം, മീൻ സ്ക്വയർഡ് എറർ ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്ത് കൊടുക്കാം, മീൻ സ്ക്വയർഡ് എറർ ഓഫ് എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈ പ്രെഡ് കൊടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈ പ്രെഡ് കൊടുക്കുക. അതെന്താണ് ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ആർട്ട് സ്കോർ എന്തെടുക്കുക, വൈ ടെസ്റ്റ് കോമ വൈ പ്രെഡ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആ ഇമ്പോർട്ട്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ടോപ്പിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഫ്രം sklearn dot metrics dot squared error കൊടുക്കുക, കോമ ആദ്യ സ്കോറും കൊടുക്കുക. ഇതെന്താണ് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ താഴത്തേക്ക് പോവാം. പിന്നെ ഇതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീൻ സ്ക്വയർഡ് എറർ കുറവാണ്. ആർട്ട് സ്കോർ എന്ന് പറയുമ്പോൾ 8.81 ആണ്. കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആക്ച്വലും പ്രിഡിക്റ്റഡും നമ്മളുള്ള വിഷ്വലൈസേഷൻ ചെയ്ത് അതേപോലെ തന്നെ
നേരത്തെ ചെയ്ത പോലെ തന്നെ റിസൈഡൽ പ്ലോട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. സോ റിസൈഡ് ഈക്വൽസ് എന്താണ് വൈറ്റ് ടെസ്റ്റിൽ നിന്ന് വൈറ്റ് റെഡ് കുറയ്ക്കുക. വൈറ്റ് ടെസ്റ്റ് മൈനസ് കൊടുക്കുക വൈറ്റ് റെഡ് കൊടുക്കുക. ആ ഒരു ഡിഫറൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക പി എൽ ടി ഡോട്ട് ഫിഗർ ഫസ്റ്റ് കൊടുക്കാം. സോ ഫിഗർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക ഫിക്സ് സൈസ് കൊടുക്കുക. ഡൗൺ ബ്രാക്കറ്റ്സിനുള്ളിലായിട്ട് 8,6 കൊടുക്കുന്നുണ്ട്. then നമുക്കൊരു ഹിസ്റ്റ് പ്ലോട്ട് ചെയ്യാം. സോ SNS ഡോട്ട് ഹിസ്റ്റ് പ്ലോട്ട് ബ്രാക്കറ്റ്സിൽ കൊടുക്കുക ഒരു വേരിയബിൾ കൊടുക്കുക റിസൈഡൽസ് KDE ഈക്വൽസ് എന്ന് കൊടുക്കുക ട്രൂ കൊടുക്കുക. then കളറ് ഒരു ടീൽ കളർ കൊടുക്കുന്നുണ്ട്. then നെക്സ്റ്റ് വരുന്നത് PLT ഡോട്ട് ടൈറ്റിൽ ആഡ് ചെയ്യുക. ബ്രാക്കറ്റ്സിൽ ഡബിൾ കോട്ട്സിൽ കൊടുക്കുക റിസൈഡൽസ് ഡിസ്ട്രിബ്യൂഷൻ ആഡ് ചെയ്യുക. സോ ടൈറ്റിൽ ആയിട്ടുണ്ട്. then അത് കഴിഞ്ഞതിന് ശേഷം എന്തെടുക്കുക PLT ഡോട്ട് എക്സ് ലേബിൾ കൊടുക്കുക. ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക പ്രിഡിക്ഷൻ എറേഴ്സ് പ്രിഡിക്ഷൻ എറർ എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എക്സ് ലേബിളായിട്ട്. PLT ഡോട്ട് കൊടുക്കുക ഷോ കൊടുക്കുന്നുണ്ട്. റിസൈഡൽസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്ലോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് പ്രിഡിക്ഷൻ എറേഴ്സ് ആണ് ഈ വരുന്നത്. സോ അറൗണ്ട് 120 ഓക്കെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് പോലെ തന്നെ വരുന്നുണ്ട് അല്ലേ ഔട്ട്പുട്ട്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് കെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് കെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ 3 ടൈപ്പിൽ നമുക്ക് കണ്ടുപിടിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒപ്റ്റിമൈസ്ഡ് കെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. കെന്റെ വാല്യൂ 1 to 21 വരെ ഐട്രേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിൽ ഏറ്റവും നല്ല കെ വാല്യൂ ഒപ്റ്റിമൽ ആയിട്ട് എപ്പോഴാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എറർ റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു empty ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. എറർ റേറ്റ്സ് ഈക്വൽസ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. then അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഒരു ഫോർ ലൂപ്പാണ് കൊടുക്കുന്നത്. ഗെയിൻ റേഞ്ച് കൊടുക്കുക ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക നമ്പർ ലിമിറ്റാണ് കൊടുക്കുന്നത് റേഞ്ച് ഓഫ് 21. അപ്പോൾ 20 വരെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ദെൻ കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക മോഡൽ ഈക്വൽസ് k neighbors regressor ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക n underscore നൈബേഴ്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു വാല്യൂ ഐറ്ററേറ്റിംഗ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് കൊടുക്കുക മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റിൽ എക്സ്ട്രെയിനും വൈ ട്രെയിനും കൊടുക്കുക. പിന്നെ അതേപോലെ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക കെ ഈക്വൽസ് മോഡൽ ഡോട്ട് പ്രിഡിക്റ്റ് കൊടുക്കുക. ബ്രാക്കറ്റിൽ എക്സ് ടെസ്റ്റിനെ പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വൈറ്റ് റെഡിൻ്റെ തന്നെ കേട്ടോ ടെസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. then അത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുക എറർ റേറ്റ്സിൽ അപ്പൻഡ് ചെയ്യാം. എറർ റേറ്റ്സ് ഡോട്ട് അപ്പൻഡ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക മീൻ സ്ക്വയർഡ് എറർ വെച്ചിട്ട് മീൻസ് സ്ക്വയർഡ്
എറർ കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൈ ടെസ്റ്റും വൈ ബ്രെഡും പാസ് ചെയ്യാം. വൈ ടെസ്റ്റ് കോമ സോറി വൈ ബ്രെഡ് അല്ല, ഇവിടെ ഇതാണ് ബ്രെഡ് അണ്ടർസ്കോർ കെ ആയിരുന്നു നമ്മൾ കൊടുത്തത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഫോർ ലൂപ്പ് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വിഷ്വലൈസേഷൻ ആണ്. പി എൽ ടി ഡോട്ട് കൊടുക്കുക, പ്ലോട്ട് കൊടുക്കുക, ബ്രാക്കറ്റിൽ range of 1,21 then അത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ കൊടുക്കുക. എറർ റേറ്റ്സ് കോമ അത് ഓ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കർ ഈക്വൽസ് സിംഗിൾ കോട്സിൽ ഓ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കോമ കൊടുക്കുക. ലൈൻ സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക. രണ്ട് ഹൈഫൺ കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ടൈറ്റിൽ ആഡ് ചെയ്യാം. പി എൽ ടി ഡോട്ട് ടൈറ്റിൽ ബ്രാക്കറ്റ്സിൽ സിംഗിൾ കോട്സ് കൊടുക്കുക. MSc ഫോർ ഡിസ്ട്രിബ്യൂഷൻ വേണ്ട ഡിഫറൻസ് ഡിഫറെൻറ്റ് കെ വാല്യൂ അതായിരിക്കും ഡിഫറെൻറ്റ് കെ വാല്യൂസ് കൊടുക്കാം. പിന്നെ അതേപോലെ എക്സ് ലേബിൾ കൊടുക്കാം. എക്സ് ലേബിൾ എന്ന് പറയുമ്പോൾ കെ വാല്യൂസ് ആയിട്ടാണ് കെ വാല്യൂ പറഞ്ഞത്. ദെൻ വൈ ലേബിൾ കൊടുക്കാം. വൈ ലേബിൾ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സ് കൊടുക്കുക. എന്ത് കൊടുക്കുക? മീൻ സ്ക്വയർഡ് എറർ കൊടുക്കുക. ദെൻ PLT dot show add ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കണ്ടോ, എൽബോ മെത്തേഡ് പറഞ്ഞ പോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് പോയിന്റ് എത്തിയപ്പോൾ എന്തായിട്ടുണ്ട്, എൽബോന്റെ ഷേപ്പിൽ തന്നെ ഒന്നുണ്ടോ ഡോട്ടഡ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ നേരെ നോക്കിക്കോളും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ഓഫ് വിഷ്വലൈസേഷൻ. ഓക്കെ, സോ ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ആണ് മീൻ സ്ക്വയർഡ് എററും അതേപോലെ തന്നെ കെൻ്റെ വാല്യൂ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. സോ കെൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്തായിരിക്കും, ഇതേപോലെയുള്ള ഒരു ഔട്ട്കം ആയിരിക്കും നമുക്കിപ്പോൾ വരുന്നത്. ഇത് നമുക്ക് എൽബോ മെത്തേഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇതിൻ്റെ ടൈറ്റിൽ എൽബോ മെത്തേഡ് കെ വാല്യൂ വേഴ്സസ് മീൻ സ്ക്വയർഡ് എറർ എന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് എൽബോ മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. സോ 1 to 20 നമ്പേഴ്സ് വെച്ചിട്ട് കണ്ടോ, എൽബോന്റെ ഷേപ്പിൽ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ ഡോട്ടഡ് വെച്ചിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ലൈൻ ഡോട്ടഡ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോട്ട്സ് വെച്ചിട്ട് ഓരോ പോയിന്റ്സിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. MSc ഫോർ ഡിഫറെൻറ്റ് കെ വാല്യൂസ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് എന്ത് കൊടുക്കാം, എൽബോ മെത്തേഡിനും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ, കൺഫ്യൂഷൻ വരാം. ഓക്കെ, സോ എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. കെയും മീൻ സ്ക്വയർഡ് എററും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൽബോ പോയിന്റ്സ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ കെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ആ ഒരു പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കെ വാല്യൂസ് ഒക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫോർ ലൂപ്പ് കൊടുത്തത്. ഇനി ക്രോസ് വാലിഡേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, പിന്നെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇതിപ്പോൾ എൽബോ മെത്തേഡാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ക്രോസ് വാലിഡേഷൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്തിടാം. ക്രോസ് വാലിഡേഷൻ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാം, മോഡൽ സെലക്ഷനിൽ ഇമ്പോർട്ട് ചെയ്യാനുണ്ട് ക്രോസ് വാലിഡേഷൻ, അതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ നംപൈനിങ് കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്താലും നല്ലതാണ്. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഇമ്പോർട്ട്സിൻ്റെ അവിടെ മോഡൽ സെലക്ഷനിലാണ് കേട്ടോ അത് വരുന്നത്, ക്രോസ് വാലിഡേഷൻ വരുന്നത്. സോ ടെൻത്ത് സ്പ്ലിറ്റ് കോമ എന്ത് കൊടുക്കുക, ക്രോസ് അണ്ടർസ്കോർ വാൽ അണ്ടർസ്കോർ
സ്കോർ. അതാണ് ക്രോസ് വാലിഡേഷൻ്റെ വരുന്നത്. ദെൻ നമുക്ക് നംപൈൻ്റെ കൂടി ആവശ്യം വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് NumPy കൊടുക്കുന്നുണ്ട്. പിന്നെ സെല്ലിന് റൺ ചെയ്യുക, നേരെ താഴത്തേക്ക് പോവുക. ദെൻ ക്രോസ് വാലിഡേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എം ടി ലിസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. റോസ് ഈക്വൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ മോഡൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഫോർ കെയിൻ റേഞ്ച് കൊടുക്കുന്നുണ്ട്. കെയിൻ റേഞ്ചിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കാം, 1,21 അത് കൊടുത്ത ഫോർമാറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. കോളൻ. പിന്നെ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കെ നൈബേഴ്സ് റിഗ്രസർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്രാക്കറ്റിൽ n നൈബേഴ്സ് ഈക്വൽ ടു k കൊടുക്കുക. നേരത്തെ കൊടുത്ത ഫോർമാറ്റ് തന്നെ n നൈബേഴ്സ് ഈക്വൽസ് k കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, സ്കോർ കൊടുക്കുക. എന്താണ് സ്കോർസ് ഈക്വൽ ടു ക്രോസ് സ്കോർ. നമ്മൾ ആ ഒരു ഫംഗ്ഷന് നെയിം കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ്സിൽ ഇത് കൊടുക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മോഡലിൻ്റെ നെയിം കോമ ഇത് കൊടുക്കുക, എക്സ്ട്രെയിൻ കൊടുക്കുക, കോമ വൈറ്റ് ട്രെയിൻ, കോമ ഇത് കൊടുക്കുക, സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നെഗറ്റീവ് മീൻ സ്ക്വയർഡ് എറർ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. സ്കോറിംഗ് ഈക്വൽ സിംഗിൾ കോട്ട്സിൽ മീൻസ് സ്ക്വയർഡ് എറർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ദെൻ കോമ CV ഈക്വൽസ് 5 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, മീൻ അണ്ടർസ്കോർ MSC മീൻ സ്ക്വയർഡ് എററിനെയാണ് കേട്ടോ MSC എന്ന് പറയുന്നത്. ദെൻ മൈനസ് നെഗറ്റീവ് ആണ് കൊടുക്കുന്നത്. NP ഡോട്ട് ഇത് കൊടുക്കുക, മീൻ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കോഴ്സിനെ പാസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു NPക്ക് മുമ്പായിട്ട് മൈനസ് ആഡ് ചെയ്യുന്നത്. നെഗറ്റീവ് മീൻസ് സ്ക്വയർഡ് എറർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, CV അണ്ടർസ്കോർ എറേഴ്സ് ഡോട്ട് എന്ത് കൊടുക്കുക, അപ്പൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൻഡ് ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മീൻ അണ്ടർസ്കോർ MSCന് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ നമുക്കതിൻ്റെ പ്ലോട്ടിങ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. PLT ഡോട്ട് കൊടുക്കുക, ഫിഗർ കൊടുക്കുക, ബ്രാക്കറ്റിൽ ഫിക്സ് സൈസ് കൊടുക്കുക. ഫിക്സ് സൈസ് ഈക്വൽസ് ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ 10,6 കൊടുക്കുന്നുണ്ട് ഫിക്സ് സൈസ്. നെക്സ്റ്റ് ലൈനിൽ PLT ഡോട്ട് പ്ലോട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കുക, റേഞ്ച് ഓഫ് 1,21, CV അണ്ടർസ്കോർ എറേഴ്സ്, മാർക്കർ കൊടുക്കുന്നുണ്ട്. കൊച്ചില എന്ന് പറയുന്ന സിമ്പിളാണ് കൊടുക്കുന്നത്. സോ ഒരു ഡോട്ടഡ് ലൈൻ ആയിട്ട് വരും. ലൈൻ സ്റ്റൈൽ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ലൈൻ സ്റ്റൈൽ ഈക്വൽസ് ഡബിൾ ഡോട്ടഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. ദെൻ കളർ കൊടുക്കാം കേട്ടോ. കളർ ഈക്വൽ സിംഗിൾ കോട്ട്സിൽ ഗ്രീൻ കളറാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ദെൻ ടൈറ്റിൽ കൊടുക്കുക. എന്ത് കൊടുക്കുക, ക്രോസ് വാലിഡേഷൻ, ക്രോസ് വാലിഡേറ്റഡ് മെസ്സി ഫോർ ഡിഫറെൻറ്റ് K വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ X ലേബിളും കൊടുക്കുക, Y ലേബിളും കൊടുക്കുക. PLT ഡോട്ട്
എക്സ് ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, കെ കൊടുക്കുക. അതേപോലെ തന്നെ പി എൽ ടി ഡോട്ട് വൈ ലേബിളും കൂടി ആഡ് ചെയ്യുക. എന്ത് കൊടുക്കുക, സി വി സ്ക്വയർ എറർ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്രിഡ് ലൈൻസും കൂടി ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് പി എൽ ടി ഡോട്ട് എന്ത് കൊടുക്കുക, ഗ്രിഡ് കൊടുക്കുക. നെക്സ്റ്റ് പി എൽ ടി ഡോട്ട് ഷോ കൊടുക്കാം. പി എൽ ടി ഡോട്ട് ഷോ എന്ന് പറയുന്ന ഫംഗ്ഷൻ കമ്പൽസറി ഒന്നല്ല കേട്ടോ, അതില്ലെങ്കിലും വർക്ക് ചെയ്യൊക്കെ ചെയ്യാം. പിന്നെ വിഷ്വലൈസേഷൻ നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സ്ക്രോൾ ചെയ്യാം. എൽബോ ഷേപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്രോസ് വാലിഡേഷൻ മീൻസ് സ്ക്വയർ എറർ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സെയിം തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ക്രോസ് വാലിഡേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കൊടുത്തതെന്ന് മാത്രം. ആ ഒരു ഡിഫറൻസ് ഇവിടെ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ വാല്യൂസ് രണ്ടും വന്നത് ഓൾമോസ്റ്റ് സിമിലർ വാല്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ഗ്രാഫ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഓക്കെ, ഓരോ പോയിന്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി സി വിയിൽ തന്നെ ക്രോസ് വാലിഡേഷനിൽ ബെസ്റ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും, ഫംഗ്ഷൻ ഉണ്ട്. സോ ഇത് കൊടുക്കുക, ഒപ്റ്റിമൽ കെ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. എൻ പി ഡോട്ട് ARGMIN. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ CV_errors എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, +1 കൊടുക്കുന്നുണ്ട്. then അത് കഴിഞ്ഞ ശേഷം പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡബിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം, ഒപ്റ്റിമൽ കെ ഫ്രം ക്രോസ് വാലിഡേഷൻ കോളൻ കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കാം ഒപ്റ്റിമൽ കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിളിനെ കൊടുക്കാം. അതായത് വാല്യൂ 8ലാണ് ഒരു ഒപ്റ്റിമൽ വാല്യൂ ആവുന്നതെന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, കെയിൻ്റെ വാല്യൂ 8 കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒപ്റ്റിമൽ കെയിൽ വരുന്ന വാല്യൂ 8 ആണല്ലോ. സോ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് മോഡലിനെ ട്രെയിൻ ചെയ്ത് നോക്കാം. ബെസ്റ്റ് KNN ഈക്വൽസ് KNN ഈക്വൽസ് റിഗ്രസർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, n neighbors neighbors ഈക്വൽസ് എത്ര കൊടുക്കുക, ആ ഒരു ഒപ്റ്റിമൽ ആ ഒരു വേരിയബിൾ തന്നെയാണ് കൊടുക്കുന്നത്. സോ ഒപ്റ്റിമൽ _ k കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിരിക്കും. നെക്സ്റ്റ് എന്ത് കൊടുക്കുക, ബെസ്റ്റ് KNN ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ബ്രാക്കറ്റിൽ എക്സ്ട്രെയിൻ കോമ വൈട്രെയിൻ കൊടുക്കുക. എക്സ്ട്രെയിൻ കോമ വൈട്രെയിൻ കൊടുക്കുക. then അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, വൈപ്രെഡ് ഈക്വൽ ടു ബെസ്റ്റ് KNN ഡോട്ട് പ്രെഡിക്റ്റ് കൊടുക്കുക. പ്രെഡിക്റ്റ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റിനെ പാസ് ചെയ്യുക. എക്സ് ടെസ്റ്റിനെ പാസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, R2 സ്കോർ ചെക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റിൽ പ്രിന്റ് കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ ഡബിൾ കോട്ട്സിൽ. ഫസ്റ്റ് തന്നെ R2 സ്കോർ കൊടുക്കുന്നുണ്ട്, കോളൻ സ്പേസ് ഇടുക. then അത് കഴിഞ്ഞതിന് ശേഷം കോമ R2 സ്കോറിൻ്റെ ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. സോ R2 സ്കോർ then ബ്രാക്കറ്റ്സിൽ നമ്മുടെ വൈ ടെസ്റ്റിനെയും അതേപോലെ തന്നെ വൈപ്രെഡിനെയും കൊടുക്കാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ വാല്യൂ എന്ന് പറയുന്നത് 0.81 തന്നെയാണ് വരുന്നത് അല്ലേ. സോ ഒപ്റ്റിമൽ വാല്യൂയിൽ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സെയിം ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. എൽബോ മെത്തേഡിൽ എന്താണ് MSc ഫ്ലാറ്റൻ ആണോ അല്ലയോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി PLT.plot KCOM/MSc എന്നായിരുന്നു നമ്മൾ കൊടുത്തായിരുന്നത്. ദെൻ ക്രോസ് വാലിഡേഷൻ വന്നപ്പോൾ ക്രോസ് വാലിഡേഷൻ്റെ കേസിൽ ഓവർ ഫിറ്റിംഗ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ സ്റ്റേബിൾ എറേഴ്സിനെ റെഡ്യൂസ് ചെയ്യാനും, ബട്ട് സ്റ്റേബിൾ എറേഴ്സ് മേ ബി വരാം, ഓവർ ഫിറ്റിങ്ങിന് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ക്രോസ് വാൽ സ്കോർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഒപ്റ്റിമൽ കെ എന്ന് പറയുമ്പോൾ ഒരു മിനിമം സി വി, അതായത് ക്രോസ് വാലിഡേഷൻ ഒരു മിനിമം സി വി എറർ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഇത് വരുന്നത്, ഒപ്റ്റിമൽ കെ എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മുടെ KNN നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഒപ്റ്റിമൽ കെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ 3 മെത്തേഡായിരുന്നു പറഞ്ഞത്. സോ ഓരോന്നും നമ്മളിപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഇതൊന്ന് റെഫർ ചെയ്ത് നോക്കുക, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കേട്ടോ. സോ ഇതാണ് KNN വരുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് പാർക്കിൻസണിൻ്റെ ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് SVM ആണ് കേട്ടോ. അതായത് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ എന്ന് പറയും. സോ ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഹോമിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ KNN കഴിഞ്ഞതിന് ശേഷം ഇതിലിനി നമ്മൾ പഠിച്ച ബാക്കി റിഗ്രസറിന്റെ ആ ഒരു ഡാറ്റയിൽ ബാക്കി റിഗ്രഷൻ്റെ അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട് മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ മോഡലിൻ്റെ ആക്യുറസി, അതേപോലെ തന്നെ മോഡലിൻ്റെ പ്രിഡിക്ഷൻ, ട്രെയിനിങ് സ്കോർ, ടെസ്റ്റിംഗ് സ്കോർ ഒക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ, കൂടുതൽ ഏതിനാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മോഡൽ സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ദെൻ SVM ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഫയൽ അപ്ലോഡ് ചെയ്യാം. ഹൗസ് പ്രൈസ് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് വെച്ചിട്ടാണ് കേട്ടോ SVM ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത ഹൗസ് പ്രൈസ് അല്ല ഇത്, ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഡാറ്റയിൽ. സോ ആ ഒരു CSV ഫയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു IPython നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിന് മുമ്പായിട്ട് ഫസ്റ്റ് തന്നെ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ അതൊന്ന് എഴുതി. സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ആണ് ഇത്, SVM എന്ന് പറയുന്നത് കേട്ടോ. അത് മറക്കരുത്. SVM സപ്പോർട്ട് വെക്റ്റർ മെഷീൻ. നമുക്ക് നേരത്തെ നമ്മൾ KNN പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റിഗ്രഷനും അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷനും വേണ്ടിയിട്ട് നമ്മൾ SVM യൂസ് ചെയ്യും. 2 രീതിക്കുള്ള ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. Used for both regression and classification. So classification, regression classification നമ്മൾ യൂസ് ചെയ്യും. ഒരു ചെറിയ ഡാറ്റാ സെറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അൽഗോരിതം ആണ് ഈ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ ഡാറ്റാ സെറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് ഡാറ്റാ സെറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ഹൈപ്പർ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് ടേംസും അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. സോ ചെറിയ ഡാറ്റാ സെറ്റിനൊക്കെ ആണെങ്കിൽ, ചെറിയ ഡാറ്റയാണ് ബട്ട് കോംപ്ലക്സ് ഡാറ്റയൊക്കെ ആണെങ്കിലും ഡാറ്റാ സെറ്റ് ആണെങ്കിലും ഇഷ്യൂസ് ഇല്ലാതെ നമുക്ക് SVM യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏറ്റവും ചെറിയ ഡാറ്റാ സെറ്റിനാണ് സ്യൂട്ടബിൾ ആയിട്ട് വരിക. സ്യൂട്ടബിൾ ഫോർ സ്മോൾ ബട്ട് കോംപ്ലക്സ്, ചെറുതാണെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റിനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക. കോംപ്ലക്സ് ഡാറ്റാ സെറ്റ്സ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത്, ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് ഹൈപ്പർ ലൈൻ ആണ്. അത് ഹൈപ്പർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി ആണ്, നമ്മുടെ ഡാറ്റാ പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പർ ലൈൻ ആണ് അവിടെ വരയ്ക്കുന്നത് കേട്ടോ. ദെൻ അതും കൂടി നോട്ട് ചെയ്യാം. ഹൈപ്പർ ലൈൻ ഇമ്പോർട്ടൻറ്റ് ടേം ആണ്, അതായത് ബൗണ്ടറി, the boundary that separates the different sets of points. നമ്മൾ KNN പറഞ്ഞതിൻ്റെ വേറൊരു വേർഷൻ ആണ് ഇത് വരുന്നത്. ഇവിടെ എന്താണ് ഹൈപ്പർ ലൈൻ ആണ് വരയ്ക്കുക ഓരോ ഡാറ്റ പോയിന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സപ്പോർട്ട് വെക്റ്റർ.
സപ്പോർട്ട് വെക്ടർ എന്ന് പറയുന്നത് ഹൈപ്പർ ലൈനോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു എന്താ പറയാ ലൈൻസ് ക്ലോസ് ചെയ്ത് ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന ലൈൻസിനെ നമ്മൾ എന്താ പറയാ ഹൈപ്പർ പ്ലെയിൻ എന്ന് പറയും കേട്ടോ. കാണിച്ചു തരാം കേട്ടോ അതിന്റെ വിഷ്വലി ഉള്ളത്. ലൈൻസ് ക്ലോസസ്റ്റ് ടു ദ ഹൈപ്പർ ലൈൻ. then അതേപോലെ തന്നെ മാർജിൻ ഉണ്ടാവും. ഇത് ഓരോ സപ്പോർട്ട് വെക്ടർ കഴിഞ്ഞിട്ടും അവിടെ ഒരു മാർജിൻ ക്രിയേറ്റ് ആവുന്നുണ്ട് കേട്ടോ. സോ മാർജിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. മാർജിൻ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് വെക്ടർ ആൻഡ് ഹൈപ്പർ ലൈൻ, ഹൈപ്പർ പ്ലെയിൻ കേട്ടോ. ഹൈപ്പർ ലൈൻ അല്ല, ഹൈപ്പർ പ്ലെയിൻ, സോറി. സപ്പോർട്ട് വെക്ടറും അതേപോലെ തന്നെ ഹൈപ്പർ ലൈനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ മാക്സിമം എന്നും പറയും കേട്ടോ. മാക്സിമം. നെഗറ്റീവ് ഹൈപ്പർ ലൈൻ ഉണ്ടാവാം, അതേപോലെ തന്നെ പോസിറ്റീവ് ഹൈപ്പർ ലൈനും ഉണ്ടാവാം. നെഗറ്റീവ് പോസിറ്റീവ് ഹൈപ്പർ ലൈൻ, സോറി ഹൈപ്പർ ലൈൻ ഹൈപ്പർ ലൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് സപ്പോർട്ട് വെക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ 2 ടൈപ്പ് സപ്പോർട്ട് വെക്ടർ വരും കേട്ടോ. സോ അതും കൂടി സെപ്പറേറ്റ്ലി ആക്കാല്ലേ. ലീനിയറും നോൺ ലീനിയർ SVM വരും. സോ ഇത് ഒരെണ്ണം ലീനിയർ SVM ആണ്, അതേപോലെ നോൺ ലീനിയർ SVM ആണ് സെക്കൻഡ് വൺ. ഓക്കെ. സോ ലീനിയറും നോൺ ലീനിയർ എന്താന്ന് പറയാം. ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ പെർഫെക്റ്റ്ലി ലീനിയർലി സെപ്പറേറ്റ്, ഒറ്റ വര വരയ്ക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് ലീനിയർ എന്ന് പറയുന്നത്. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ട്ലി ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ SVMന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. SVM മെഷീൻ ലേണിംഗിൽ ഇമേജസ് നോക്കാം. നമുക്കൊരു ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റേസ് ഉണ്ട്. സോ ആ ഒരു ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇത് നമ്മുടെ സെന്ററില് ഹൈപ്പർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന L1ഉം L3 ആണ് എന്ത് വരിക മാർജിൻ വരിക. ദെൻ അതേപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. സോ ആ സെന്ററിൽ വരുന്ന ഇതിപ്പോ നമ്മുടെ പോസിറ്റീവ് ഹൈപ്പർ ലൈൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തുള്ള ലൈനെയാണ് എന്ത് പറയുക മാക്സിമം, അല്ലെങ്കിൽ അതിന്റെ മാർജിൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഡോട്ട്സിനെയാണ് എന്ത് പറയുന്നത് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡോട്ട്സിനെ നമ്മുടെ ആ ഗ്രാഫിലുള്ള ഡോട്ടഡ് പോയിന്റ്സിനെയാണ് എന്ത് പറയുന്നത് സപ്പോർട്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പുറത്തുള്ളത് നെഗറ്റീവ് ഹൈപ്പർ ലൈൻ ആണ്, അപ്പുറത്ത് പോസിറ്റീവ് ഹൈപ്പർ ലൈൻ ആണ് വരുന്നത്. ഹൈപ്പർ ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ക്ലാസ്സസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ലൈൻ വരയ്ക്കുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ലീനിയർ നമ്മൾ പറഞ്ഞിട്ടുള്ള ലീനിയർ SVM എന്ന് പറയുന്നത്. ദെൻ ഇവിടെ വരുമ്പോൾ എന്താണ് ഇവിടുത്തെ സപ്പോർട്ട് വെക്ടറിൽ എന്താ ഹൈപ്പർ ലൈൻ ഉണ്ട്, ബട്ട് എന്താണ് നോൺ ലീനിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമ്മൾ 3 ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത് കണ്ടോ. സോ ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ദെൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമുക്ക് കുറച്ച് ഡാറ്റ പോയിന്റ്സ് ഉണ്ടാവും. സോ ഇതിൽ പറഞ്ഞാൽ സിമിലർ ഒരു സെറ്റ്, ഇത് ക്ലാസ് A ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി സിമിലർ പോയിന്റ്സ് ആണ്. ക്ലാസ് B എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി സിമിലർ പോയിന്റ്സ് ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൽ സെന്ററിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്.
അതിന്റെ മാർജിൻ എന്ന് പറയും. ദെൻ അതിന്റെ അടുത്തുള്ള ലൈനെ എന്താണ് പോസിറ്റീവ് ഹൈപ്പർ ലൈൻ എന്നും പറയും. അതേപോലെ ഇവിടെ നെഗറ്റീവ് ഹൈപ്പർ ലൈൻ എന്നും പറയും. ദെൻ ഈ ഒരു ലൈനിന് മാക്സിമം മാർജിൻ ഹൈപ്പർ പ്ലെയിൻ എന്നും കൂടി പറയും. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് ഹൈപ്പർ പ്ലെയിൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ബാക്കി നമുക്ക് മൺഡേ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ സെഷനിൽ ഇത്രയ്ക്കൊക്കെയാണ് എടുക്കുന്നത്. നമ്മളിന്ന് കെ എൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയായിരുന്നു. കെ എൻ്റെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒപ്റ്റിമം വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 3 മെത്തേഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് റെഫർ ചെയ്ത് നോക്കുക, ഗ്രാഫ് ചെയ്ത് നോക്കുക, എൽബോ മെത്തേഡൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഒപ്റ്റിമം വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കുക. ഫോർ ലുക്കൊക്കെ കൊടുത്ത് വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കുക. മോഡലിൻ്റെ നൈബേഴ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് നോക്കുക. അതേപോലെ SVMൻ്റെ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. സോ ഇന്നത്തേക്ക് ഇത്രയാണ് എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു. Okay, ma'am. Thank you.